പ്രിയമുള്ളവരെ, എന്ന് നിശയിലേക്ക് ഏവർക്കും സ്വാഗതം. ആശമാരുടെ സമരം 62-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. നിരാഹാര സമരം 22-ാം ദിവസത്തിലേക്കും. എന്നിട്ടും മുഖ്യനും കൂട്ടരും പറയുന്നു ഇത് കേവലം 400 പേരുടെ സമരം മാത്രമാണെന്ന്. വളരെ നിസാരവൽക്കരിക്കുകയും അപഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നു. ഇനി ഇത് വെറും ഒരാളുടെ സമരം മാത്രമാണെങ്കിലും അവരെ കേൾക്കാൻ, ആ തൊഴിലാളിയെ കേൾക്കാൻ തൊഴിലാളി പാർട്ടി നേതാക്കൾ ബാധ്യസ്ഥരാണ്. ഈ തൊഴിലാളി പാർട്ടിയുടെ മുന്നിൽ സമരം ചെയ്യുന്നത് അടിസ്ഥാന വർഗക്കാരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ സ്ത്രീ തൊഴിലാളികളാണ്. വെറും 235 രൂപ കൊണ്ട് ഒരു കുടുംബം കൊണ്ട് നടക്കാൻ കഴിയില്ല എന്ന് അവർ പറയുന്നതിൽ എന്താണ് തെറ്റ്? അവകാശങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടാൻ പഠിപ്പിച്ച തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾക്ക് അതെന്താ മനസ്സിലാക്കാത്തത്? ഈ ഒരു കണ്ണടയ്ക്ക് 35,000-40,000 രൂപ വിലയുള്ള ഒരു കണ്ണട ധരിക്കുന്ന തൊഴിലാളി പ്രസ്ഥാനത്തിലെ നേതാക്കന്മാർക്ക് അടിത്തട്ടിലുള്ള ആൾക്കാരുടെ വേദന മനസ്സിലാകാതെ വരുന്നത് തികച്ചും സ്വാഭാവികമാണ്. ജനകീയ സമരങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടവരാണ് CPM. അവർ അതിൽ നിന്നൊക്കെ എന്നെ വ്യതിചലിച്ചു. പ്യൂർലി മെറ്റീരിയലിസ്റ്റിക് ആറ്റിറ്റ്യൂഡും പ്യൂർലി ട്രാൻസാക്ഷണൽ മൈൻഡ് സെറ്റുമായി ഒരു മുതലാളി പാർട്ടിയായി CPM എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതിൽ നീതി ഇല്ലാഞ്ഞിട്ടല്ല, അവർ ചെയ്യുന്നതിൽ ന്യായമില്ലാഞ്ഞിട്ടല്ല അവരെ കണ്ടില്ലെന്ന് നടിക്കുന്നത്. ജനകീയ സമരങ്ങൾ ഏറ്റെടുക്കേണ്ട CPM അത് ചെയ്യാതെ വേറൊരു രാഷ്ട്രീയ കക്ഷി വന്ന് തൊഴിലാളികൾക്കൊപ്പം നിൽക്കുകയും അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്യുമ്പോൾ ഒരു ഈഗോ ഉണ്ടാവുന്നു. ആ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ പാവങ്ങളുടെ സമരത്തെ അവഗണിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. CPM സാധാരണ ജനങ്ങളിൽ നിന്നും തൊഴിലാളികളിൽ നിന്നും അകലുന്ന കാഴ്ചയാണത്. CPM തന്നെ CPMൻ്റെ മുഖം വരച്ചു കൂറി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതെന്തായാലും നല്ലതല്ല, പ്രത്യേകിച്ചും ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ. പണിയെടുക്കുന്ന എണ്ണമറ്റ തൊഴിലാളികളുടെ ആശാ കേന്ദ്രമായി ഈ സ്ത്രീ സമൂഹത്തിന് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്കൊക്കെ ഗൂസ് ബംസ് ഉണ്ടാക്കുകയാണ്. എത്ര ഇൻറ്റഗ്രിറ്റിയോടെയാണ് അവർ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഭ്യസ്ത വിദ്യരായ അസംഘടിത മേഖലയിലുള്ള സ്ത്രീകൾ പോലും ഇതുപോലെ ഡിറ്റർമിനേഷനോടുകൂടി സമരം ചെയ്യില്ല. അഭ്യസ്തവിദ്യരായ സ്ത്രീ സമൂഹം ഇവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. CPM പാർട്ടി മുതലാളികളെപ്പോലെ സ്ത്രീ സമൂഹത്തെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയാൽ CPM എന്ന പാർട്ടി പാടേ ഇല്ലാതാവും. CPMനെ ഇനിയൊരു ചരമഗീതം കൂടി വേണമെങ്കിൽ ആവാം. ആ നിലയ്ക്കാണ് CPMൻ്റെ പോക്ക്. ആശമാരോട് ഐക്യപ്പെടുന്നു. ഭരണകൂടം സ്ത്രീ വിരുദ്ധത മാറ്റി ഒരു സമവായ ചർച്ചയ്ക്ക് വരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. നന്ദി, നമസ്കാരം.